കുട്ടികളെ എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നമ്മുടെ സ്കൂളിൽ നിന്ന് എറണാകുളത്തേക്ക് ടൂർ പോകുന്നുണ്ട്. 2500 ആവും ഒരാൾക്ക്. അപ്പൊ വരാൻ താല്പര്യമുള്ളവരെ പാരന്റ്സിനോട് സമ്മതം വാങ്ങി വരിക. എടി പാറു, നീ നാളെ വരുമ്പോ അമ്മയോട് പെർമിഷൻ ചോദിച്ചു വാട്ടോ. എന്തെന്നാല് ഈ സ്കൂളിലെ നമ്മുടെ ലാസ്റ്റത്തെ ടൂർ ആയിരിക്കും ഇത്. അപ്പൊ നമുക്ക് നന്നായി അടിച്ച് പൊളിച്ച് ടൂർ പോയി എൻജോയ് ചെയ്തിട്ട് വരാം. എടി പൈങ്കിളി, എന്നെ എന്തായാലും അമ്മ ടൂറിന് വിടും. ഞാൻ നാളെ തന്നെ അമ്മയുടെ അടുത്തുനിന്ന് പെർമിഷനും വാങ്ങിച്ച് പൈസയും കൊണ്ടുവരാം. നമുക്ക് ഈ ടൂർ നന്നായി എൻജോയ് ചെയ്യാം. നമുക്ക് കുറെ ഫോട്ടോസും സെൽഫി ഒക്കെ എടുക്കാട്ടോ. എടി പൈങ്കിളി, നീ ഈ പാറു പറയുന്നതൊന്നും വിശ്വസിക്കരുത് കേട്ടോ. ഇവള് നുണച്ചി പാറു. ഇവള് നമ്മുടെ അടുത്തൊന്നും ഫോട്ടോസ് എടുക്കില്ല. ഇവള് നേരെ കെവിന്റെ അടുക്കൽ നിന്നായിരിക്കും ഫോട്ടോസ് ഒക്കെ എടുക്കുക. എടി വെള്ളക്കായി മദാമേ, നീ എന്തിനാ എന്നെ പറ്റി പറയാൻ വരുന്നത്? ഞാൻ നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ? എടി പൈങ്കിളി, നീ ഇവിടെ പറയുന്നതൊന്നും കേൾക്കരുത് കേട്ടോ. നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചിരുന്ന് ഒരേ സീറ്റിലിരുന്ന് സെൽഫി ഒക്കെ എടുക്കാട്ടോ. ഇവരെ കൂട്ടണ്ട നമുക്ക്. ഞാൻ സ്നാക്സ് ഒക്കെ കൊണ്ടുവരാം. നമ്മൾക്ക് രണ്ടുപേർക്കും കഴിക്കാട്ടോ. ഇവർക്ക് ആർക്കും കൊടുക്കുന്നില്ല. ശരി പാറു. എടി പൈങ്കിളി, ഇവള് വെറും പിശുക്കിയാണ്. ഇവള് പറയുന്നതൊന്നും നീ വിശ്വസിക്കരുത് കേട്ടോ. ഇവള് മീൻ പൊരിച്ചതൊക്കെ കൊണ്ടുവന്ന് ചോറിന്റെ അടിയിൽ വെച്ചാണ് കഴിക്കുന്നത്. നമുക്ക് ഒരു കഷ്ണം പോലും തരാറില്ല. ഇല്ല മോഹനവല്ലി, ഇവളെ എപ്പോ മീൻ പൊരിച്ചതൊക്കെ കൊണ്ടുവന്നാലും എനിക്ക് തരാറുണ്ട് കേട്ടോ. അതേ മോഹനവല്ലി, എനിക്കും പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇവള് മീൻ പൊരിച്ചത് കൊണ്ടുവന്നതും മുട്ട പൊരിച്ചത് കൊണ്ടുവന്നിട്ടും ഒക്കെ നമുക്ക് കാണാണ്ട് മെല്ലെ ഒളിപ്പിച്ചു തിന്നുന്നത്. ഇവള് വിശ്വസിച്ച് നമ്മൾ സ്നാക്സ് കൊണ്ടുവരാതിരുന്നാൽ നമ്മൾ പട്ടിണിയാവും. അതെ അതെ, നിങ്ങൾ പറഞ്ഞതൊന്നും ഞാനിപ്പോ കേൾക്കാൻ പോകുന്നില്ല കേട്ടല്ലോ. എടി പൈങ്കിളി, പിന്നില്ലേ ടൂർ സമയത്ത് ബസ്സിലെ സൈഡ് സീറ്റ് എനിക്ക് തരണം കേട്ടോ. എനിക്ക് വോമിറ്റിംഗ് ഒക്കെ വരും. അപ്പൊ ഞാൻ ഇപ്പുറത്തെ സീറ്റിലിരുന്നാല് ചിലപ്പോ അറിയാണ്ട് ഛർദിച്ചാലോ. ശരി പാറു. എടി പൈങ്കിളി, നീ ഇവള് പറയുന്നത് അതേപോലെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇവള് നിന്നെ ഫ്രണ്ടായി വെച്ചിരിക്കുന്നത്. ഇവൾക്ക് ഛർദിയൊന്നും വരില്ല. ഞാൻ പലപ്പോഴായിട്ട് ഇവളെ കണ്ടിട്ടുണ്ട് സൈഡ് സീറ്റിന്റെ ഇപ്പുറത്തിരിക്കുന്നത്. പക്ഷെ നേരെ പോകുന്നു ആ സമയത്തൊക്കെ. ഇപ്പോ നീ ഇവള് പറയുന്നതൊക്കെ അപ്പടി വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് നിന്നോട് കളവ് പറയുന്നതാ. ഇവളെ വെറുതെ നിന്റെ മുന്നിലേ അഭിനയിക്കുന്നതാ. അഭിനയിക്കുക? ആരാണ് അഭിനയിക്കുന്നത്? നീ പൊടി വെള്ളക്കാരി മൂങ്ങി. എടി കവിതേ, നീ വാ, നമുക്ക് ടീച്ചറോട് പോയി പറയാം ഇവള് വെള്ളക്കാരി മൂങ്ങി എന്ന് വിളിച്ച് കളിയാക്കിയത്. നീ പോയി ടീച്ചറോട് പറഞ്ഞു കൊടുക്ക്. നിന്നെയും ഞാൻ പറഞ്ഞു കൊടുക്കും. നീ എന്നെ അഭിനയിക്കുന്നെന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാനും പറഞ്ഞു കൊടുക്കും ടീച്ചറോട്. നോക്കിക്കോ, നീയും ടൂറിന് വരുമല്ലോ. നിനക്ക് ഞാൻ ഒന്നും തരില്ല. നിന്റെ കൂടെ ആരും സെൽഫി എടുക്കാൻ വരില്ല. നോക്കിക്കോ, നിന്റെ മുഖം കണ്ടാലും മതി വാൽമാക്രി. എന്ത്? നീ എന്നെ വാൽമാക്രി വിളിച്ചതാ? നിക്ക് മോളെ, നിന്റെ അടുത്തേക്ക് വരുന്നട്ടാ ഞാൻ. എടി പാറു, മതി മതി, വാ. അടികൂടാതെ നിങ്ങള്. ഇപ്പൊ ടീച്ചർ വന്നാൽ നല്ല പോലെ കിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും. എടി മോഹനവല്ലി, അങ്ങനെ തന്നെ കൊടുക്ക്. നമ്മള് കുറെ സമയമില്ലേ ഇവിടെ പറയാൻ തുടങ്ങിയിട്ട്. എടി മോഹനവല്ലി, നീ എന്റെ മുടിയൊന്ന് പിടിവിട്. ഞാൻ നിന്റെ മുടി പിടിച്ചിട്ടുണ്ടോ? നീ എന്റെ അടുക്കൽ നിന്ന് പോ, എന്നാലും ഞാൻ നിന്റെ മുടിയിൽ നിന്ന് പിടിവിടാം. ഹലോ, പാറുവിനെയും മോഹനവല്ലിയെയും ടീച്ചർ വിളിക്കുന്നുണ്ട്. നില്ലടി നില്ലേ, ഞാൻ നിന്റെ ടീച്ചറോട് ഇപ്പൊ പറഞ്ഞു കൊടുക്കും കേട്ടോ. എന്താ ടീച്ചറെ, എന്തിനാ ഞങ്ങളെ വിളിച്ചത്? നിങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് എന്താ വഴക്ക് കൊടുന്നത്? ഞാൻ കണ്ടില്ല എന്ന് വിചാരിച്ചോ? അത് പിന്നെ ടീച്ചറെ, ഞാനല്ലേ ടീച്ചറെ, ഇവളാ ഈ പാറുവ അടികൂടാൻ വന്നത്. അല്ല ടീച്ചറെ, ഈ മോഹനവല്ല തന്നെയാ ആദ്യം തുടങ്ങിയത്. നിങ്ങളുടെ ഈ വർഷത്തോടെ ഈ സ്കൂള് കഴിയും. അതുകൊണ്ട് രണ്ടുപേരും ഫ്രണ്ട്സ് ആയിരുന്നേ. നിങ്ങൾ പരസ്പരം ക്ഷയിക്കാൻ കൊടുത്ത് സോറി പറഞ്ഞേ. ഇറ്റ്സ് ഓക്കെ പാറു, ഐ ആം സോറി. ഒരു പ്രാവശ്യം കൂടി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്താ പാറു, എന്താ പറഞ്ഞേ? ഒന്നുമില്ല ടീച്ചറെ. അമ്മേ. എന്താ മക്കളെ, എന്താ കാര്യം? അമ്മേ, ഞങ്ങൾ സ്കൂളിൽ നിന്ന് ടൂർ പോകും. ഒരാൾക്ക് 2500 രൂപയാ. അമ്മ എന്നെ സമ്മതിക്കോ സ്കൂളിൽ നിന്ന് ടൂർ പോവാൻ വേണ്ടിയിട്ട്? എറണാകുളത്തേക്ക് അമ്മ ടൂർ പോകുന്നത്. എന്റെ ഫ്രണ്ട്സ് എല്ലാരും പോകുന്നു. എന്നെയും കൂടി വിടുവോ അമ്മ? എന്ത്, എറണാകുളത്തേക്കോ ടൂർ പോകുന്നത്? എറണാകുളം എവിടെയാന്ന് വെച്ചാ ഒരു ദിവസം മുഴുവനും വേണം അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒരു ദിവസം കൊണ്ടൊന്നും വീട്ടിൽ തിരിച്ചെത്തില്ല. അവിടെ പോയി താമസിക്കേണ്ടി വരും അല്ലേ? അതെയോ പാറു, അവിടെ പോയി താമസിക്കണോ? അതെ അമ്മേ, അവിടെ താമസിക്കണം. അമ്മേ, ഇവളെ ഒന്നും വിടരുത് കേട്ടോ. ഇവളെ വിട്ടാല് എവിടെയാണ് പോകുന്നതെന്ന് പോലും അറിയില്ല ടീച്ചേഴ്സിന്. എടി, നിനക്ക് എന്താക്കണം? ഞാനല്ലേ ടൂർ പോകുന്നത്. നീ ഇതിനു മുമ്പ് ടൂർ പോയില്ലേ? ആ സമയത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എടി, എന്റെ കോളേജ് ഡേയ്സ് ഒക്കെ കഴിഞ്ഞില്ലേ? ഞാൻ കോളേജിൽ നിന്നല്ലേ ടൂർ പോയത്. ഞാൻ സ്കൂളിൽ നിന്നൊന്നും പോയിട്ടില്ലല്ലോ. സ്കൂളിൽ നിന്ന് ഞാൻ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂറിനും പോയിട്ടില്ല. അതെ മോളെ, ചേച്ചി പറഞ്ഞതാ ശരി. അവള് കോളേജിൽ നിന്നല്ലേ ടൂർ പോയത്. നീയും കോളേജിലെത്തിയപ്പോ നിനക്കും ടൂർ പോവാട്ടോ. അമ്മേ, എന്റെ ഫ്രണ്ട്സ് എല്ലാവരും പോകും. ഞാൻ മാത്രം ബാക്കിയാവും അവസാനം. ഇത് ഞങ്ങളുടെ അവസാനത്തെ വർഷമല്ലേ അമ്മേ. അടുത്തതിന് പുതിയ സ്കൂളിലല്ലേ ചേരുന്നത്. അപ്പൊ പുതിയ ഫ്രണ്ട്സ് ആയിട്ടാണ്ടേ. പ്ലീസ് അമ്മ, പ്ലീസ് അമ്മ. ഇനി ഞാൻ പോയില്ലെങ്കിൽ എന്നെ എല്ലാവരും കളിയാക്കും. ആ മോഹനവലിയൊക്കെ എന്നെ കളിയാക്കി കൊല്ലും അമ്മ. പ്ലീസ് അമ്മ. അമ്മേ, ഇവള് കരഞ്ഞിട്ട് എന്തൊക്കെയോ പറയും. വിടരുതമ്മ. ഇവള് ബോയ്സിന്റെ ഒന്നിച്ചിട്ട് സെൽഫി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും പോവാ. നോക്കിക്കോ, അവള് ടൂർ പോകുന്ന സമയത്ത് അമ്മയോട് ഫോണൊക്കെ ചോദിക്കാൻ തുടങ്ങും. എടി, നീ എന്തിനാണ് എന്റെ വിഷയത്തിൽ
എടി ഇത് തന്നെയാ എന്റെ വീട്. നിന്നെ ഞങ്ങൾക്ക് കുപ്പത്തൊട്ടിന്ന് കിട്ടിയതാ. ഞാൻ ടൂർ പോയാൽ നിനക്കെന്താക്കണം? പൊടി പട്ടി. അമ്മ നോക്കമ്മേ, ഇവളല്ല ആദ്യം അടി കൂടാൻ വരുന്നത്. ഞാൻ എന്തേലും ചെയ്തോ? എടി പാറു, നിന്നെ ഞാൻ എന്തായാലും ടൂറിന് പോകാൻ സമ്മതിക്കില്ല. നീ എത്ര അടി കൂടിയാലും എത്ര കരഞ്ഞാലും നിന്നെ ടൂറിന് പോകാൻ സമ്മതിക്കില്ല. അമ്മ എങ്ങനെയാ അമ്മ ഇവളെ ടൂറിന് അയക്കുന്നത്? ഇവൾ ഇന്നും കൂടി ബെഡ്ഷീറ്റിൽ മുള്ളിയതേ ഉള്ളൂ. അതും ഇത് വൺ ഡേ ട്രിപ്പ് അല്ല, ടൂർ തന്നെയാണ്, സ്റ്റേ ചെയ്യണം. അപ്പൊ ഇവള് ആരുടെ അടുക്കൽ പോയിട്ട് കിടക്കും? അതിന് ടീച്ചറെ ബെഡ്ഷീറ്റിലും കൂടി മുള്ളാൻ വേണ്ടിയിട്ടാണോ? അമ്മ പ്ലീസ് അമ്മ, ഇപ്രാവശ്യം മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ. ഇനി ഒരിക്കലും ചോദിക്കില്ല. പ്ലീസ് അമ്മ, ഇപ്രാവശ്യം ഒരിക്കലത്തേക്ക് എന്നെ വിടാമ്മ. പ്ലീസ് അമ്മ. മക്കളെ, ചേച്ചി പറഞ്ഞതിലും ഒരു കാര്യമില്ലേ? മക്കള് അവിടെ പോയാൽ എങ്ങാനും മുള്ളിപ്പോയാലോ? അമ്മ പ്ലീസ് അമ്മ, വെറും 2500 രൂപയല്ലോ. പ്ലീസ് അമ്മ. ഇല്ല മോളെ, നീ എത്ര ചോദിച്ചാലും ഞാൻ സമ്മതിക്കില്ല. വൺ ഡേ ട്രിപ്പ് ആണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പോ അവിടെ സ്റ്റേ ചെയ്യണം, ഞാൻ എന്തായാലും സമ്മതിക്കില്ല. അതുമല്ലാണ്ട് 2500 രൂപ കുറേ കൂടി. എന്ത് 2500 രൂപയോ? അമ്മേ, ഇവളെന്തായാലും കള്ളം പറയുന്നതായിരിക്കും. നമുക്ക് അവളുടെ ടീച്ചറോട് വിളിച്ച് ചോദിക്കാം. ഹലോ, ഇതാരാ സംസാരിക്കുന്നത്? ഹലോ ടീച്ചറെ, ഞാൻ പാറുവിന്റെ ചേച്ചിയാ. ആ, പാറുവിന്റെ ചേച്ചി ലക്ഷ്മിയാണോ? ആ പറ ലക്ഷ്മി, എന്തൊക്കെയാണ് വിശേഷം? ടീച്ചറെ, അത് പിന്നെ ടീച്ചറെ ടൂറിന്റെ കാര്യം. ആ, 2 ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ. ഒരാൾക്ക് 2500 രൂപയാണ്. പാറുവും വരും അല്ലേ? പാറുവിന് അത് ചോദിക്കാനാണോ വിളിച്ചത്? പാറു ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. അവള് നന്നായി ജോലി ചെയ്യുന്ന കൂട്ടത്തിലാ. അത് പിന്നെ ടീച്ചറെ, പാറുവിനെ എങ്ങനെയാ ടൂറിനേക്കുക? എന്താ ലക്ഷ്മി, എന്താ കാര്യം? അത് പിന്നെ ടീച്ചറെ, പാറുവിനെ രാത്രി ബെഡിൽ മൂത്രമൊഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അവള് നിങ്ങളുടെ കൂടെ വന്നാൽ ഇനിയിപ്പോൾ നിങ്ങളുടെ ആരുടെ അടുക്കലായിരിക്കും അവൾ കിടക്കുക? ഇതിപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ലേ അവൾ വന്നാൽ? ഇനിയിപ്പോ ടീച്ചർക്ക് അത്ര നിർബന്ധാണേല് സാരമില്ല ലക്ഷ്മി. പാറുവിന് ചെറിയ പ്രായമല്ലായുള്ളൂ, സാരില്ല. ഇനിയിപ്പോ വേണമെങ്കിലും അവൾക്ക് പോവാലോ. ആ ശരി ടീച്ചറെ, എന്നാ ഞാൻ ഫോൺ വെക്കുവാണേ. എടി ഭദ്രകാളി, നീ എന്തിനാ എന്റെ ടീച്ചറോട് ഞാൻ മുള്ളുന്ന കാര്യമൊക്കെ പറഞ്ഞത്? ഞാൻ ഒരു നിമിഷം പോലും നീ വിട്ട് നിൽക്കില്ല. ഞാൻ പോവാ. എടി ലക്ഷ്മി, നീ എന്തിനാ ഇവളുടെ ടീച്ചറോട് അവൾ മുള്ളുന്ന കാര്യമൊക്കെ പറഞ്ഞത്? ആ അമ്മേ, അതില്ലേ, അത് പിന്നെ ഞാൻ വെറുതെ പറഞ്ഞത് അമ്മേ. അല്ലെങ്കിൽ അവളുടെ ടീച്ചർ എന്തായാലും സമ്മതിക്കില്ല. അവളെ എന്തായാലും നിർബന്ധിച്ചിട്ട് കൊണ്ടുപോകും. അത് ശരിയാ, നീ പറഞ്ഞത് വളരെ ശരിയാ. അല്ലെങ്കിലും നമ്മളെ വിട്ട് ഒരു നിമിഷം പോലും നിൽക്കാത്തവളാ. ഇനിയിപ്പോൾ ടൂറിനൊക്കെ പോയി അവിടെ ടീച്ചറൊക്കെ പൊല്ലാപ്പിലാക്കും. അവളില്ലെങ്കിൽ ഈ വീട്ടിൽ ഒരു അനക്കവും ഇല്ല. അവളുണ്ടെങ്കിൽ ഈ വീട് പോലെ ആവുള്ളൂ. അതെ മോളെ, നീ പറഞ്ഞത് വളരെ ശരിയാ. വാ, നമുക്ക് അവളെ ഇവിടെ പോയിന്ന് നോക്കാം. വാ. ആ അമ്മേ, അവൾ അപ്പുറത്തുണ്ടാവും, നമുക്ക് അവിടെ പോവാം. വാ.